ഞാൻ ഇന്റേൺഷിപ്പിന് പോയപ്പോ മുതലുള്ള ഒട്ടുമിക്ക വീഡിയോസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ട് പല ആൾക്കാരും എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. "മോളെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളെ പറ്റിയിട്ട് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഫ്യൂച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവി വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഫ്യുവലിൽ ഓടുന്ന വണ്ടികളെ പറ്റിയിട്ട് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് അത് ഒരു രീതിയിലല്ല എല്ലാ രീതിയിലും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ, വളരെ, വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾക്കിപ്പോ അതർ സ്റ്റേറ്റിലൊക്കെ 15 വർഷം കഴിഞ്ഞിട്ടുള്ള ഡീസൽ വാഹനങ്ങളൊക്കെ സ്ക്രാപ്പ് ചെയ്യണം. അത്തരത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നാളെ ഒരു സുപ്രഭാതത്തിൽ ഈ പറഞ്ഞ പോലെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളൊക്കെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവി വാഹനങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവി വാഹനങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ എക്സാം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇവിയുടെ ക്ലാസ്സസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു കോഴ്സ് കൊണ്ട് മാത്രം എനിക്ക് എല്ലാ കാര്യങ്ങളും വണ്ടീനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ബിക്കോസ് ഈ ഒരു കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കോളേജിൽ പഠിച്ചാൽ പോലും നമ്മളിത് വർക്ക്ഷോപ്പിൽ പോയി നമ്മള് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പിന്നെയും കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ, പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഇതിന് ബാക്കിലുണ്ട്. സോ എന്തായാലും ഈ വിമാനങ്ങളെ പറ്റിയിട്ടുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. എന്തായാലും അടുത്ത വീഡിയോ കാണാം ട്ടാ. ഓക്കെ ബൈ.